കേന്ദ്രത്തിന്റെ അനുനയത്തിൽ വഴങ്ങാതെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തീരുമാനം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരും എന്നു തന്നെയാണ് നിലപാട്. തുറന്ന വേദിയിൽ ചർച്ച വേണമെന്നാണ് CJP നേതൃത്വം ആവശ്യപ്പെടുന്നത്. അതേസമയം ഇന്നലെ രാത്രിയും ഡൽഹി ടോൾസ്റ്റോയ് മാർഗിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥർക്കു നേരെ കല്ലെറിഞ്ഞെന്നാണ് പോലീസിന്റെ ആരോപണം. ഷപ്ന നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷപ്ന, ഗുഡ് മോർണിംഗ്. CJPയുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയും നമ്മൾ ആ പ്രതിഷേധം കണ്ടിരുന്നു, ശക്തമായ നിലയിൽ കണ്ടിരുന്നു. ചർച്ചയ്ക്ക് ഒരിടത്തേക്കും ഒരു തുറന്ന ചർച്ചയല്ലാതെ മറ്റ് ചർച്ചകൾക്കില്ല എന്ന് CJP പറഞ്ഞതോടുകൂടി ഇനി തുടർ നീക്കം എന്താണെന്ന് അറിയണം. നിലവിലെ സാഹചര്യം എന്താണ് ഷപ്ന? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും നമുക്കറിയാം രാവിലെ തന്നെ ഈ പ്രതിഷേധം ഇവിടെ ശക്തമായി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസത്തിൽ നിന്നും കൂടുതൽ ഉന്മേഷത്തോടെയാണ് ഈ വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ ഇവിടെ ജന്തർ മന്ദിറിൽ സംഘടിച്ചിട്ടുള്ളത്. പ്രതിഷേധം ഒട്ടും തണുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ CJPയുടെ നേതാവ് അഭിഷേക് ഈ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ. അദ്ദേഹം പറയുന്നത് തന്നെ മോദി സർക്കാർ ഈ വിദ്യാർത്ഥി സമരത്തിനെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ഗുരുതരമായ രീതിയിലാണ് പ്രതികരിച്ചത്. കാരണം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു, അതോടൊപ്പം തന്നെ മെട്രോ സ്റ്റേഷൻ അടക്കം അടച്ചു, മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ നിർത്തലാക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഈ സർക്കാർ പോകുന്നത്. ഒരു തരത്തിലും സർക്കാർ ഈ വിദ്യാർത്ഥികളുടെ ആവശ്യത്തോട് അനുനയമായ രീതിയിലുള്ള സംസാരമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അനുഭാവപൂർണമായ പെരുമാറ്റമോ ഉണ്ടാകുന്നില്ല. ഇന്നലെ ഇപ്പോൾ കേന്ദ്രമന്ത്രി വാർത്താസമ്മേളനം നടത്തിയിരുന്നു. വാർത്താസമ്മേളനത്തിൽ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി. പക്ഷേ അത്തരത്തിൽ പ്രസ്താവനകൾ നടത്തിയെങ്കിലും വിദ്യാർത്ഥികളുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അതിൽ പരിഗണിക്കാനോ തയ്യാറായിട്ടില്ല. മറ്റൊന്ന് ഇവർ എടുത്തു പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചയ്ക്ക് വിളിച്ചാൽ തന്നെ ഈ ഗവൺമെന്റ് ഈ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോയി ചർച്ചയ്ക്ക് തയ്യാറല്ല. ഒരു തുറന്ന ചർച്ചയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. കാരണം രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ നിരവധി വിദ്യാർത്ഥികൾ, വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുണ്ട്. അവർ ഓരോരുത്തരും അവരുടെ കൃത്യമായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. അവർക്ക് ഓരോരുത്തർക്കും ഇതേക്കുറിച്ച് അറിയേണ്ടതുണ്ട്, സർക്കാരിന്റെ നിലപാടുകൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുറന്ന ചർച്ച വേണം എന്ന് തന്നെയാണ്. ഏതായാലും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം. ഈ സമരം ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്ന ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ തന്നെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ കിടന്നുറങ്ങുന്നത്. അതോടൊപ്പം തന്നെ വീട്ടിൽ പോകാതെ ഇവിടെ തന്നെ താമസിച്ച് ഈ സമരത്തിൽ പങ്കുകൊള്ളുന്നു. മറ്റൊന്ന്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി നിരവധി ആളുകൾ ഇവിടെ എത്തുന്നു. ഇന്നലെ തന്നെ വൈകിട്ടൊക്കെ വലിയ ജനക്കൂട്ടം, വിദ്യാർത്ഥികൾ മാത്രമല്ല മാതാപിതാക്കൾ എത്തുന്നുണ്ട്. എന്തിന് നമ്മൾ ഇന്നലെ ഒരു ഓട്ടോറിക്ഷക്കാരനോട് സംസാരിച്ചപ്പോൾ ആ ഓട്ടോറിക്ഷ തൊഴിലാളി തന്നെ പറയുന്നത് ഈ സമരത്തിന് അവർ പൂർണ്ണ പിന്തുണയാണ്. ആ ഓട്ടോറിക്ഷയിൽ കയറുന്ന ആളുകൾക്ക് പകുതി പൈസയെ ചാർജ് വാങ്ങുന്നുള്ളൂ. അതുപോലെ ഇവിടെ സപ്പോർട്ട് ഈ വിദ്യാർത്ഥികൾക്കുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പല രാജ്യത്തു നിന്ന്, പല സ്റ്റേറ്റുകളിൽ നിന്ന് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ മലയാളികളായ വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ സമരത്തിനെത്തിയവരുണ്ട്. ഇവരെല്ലാവരും ഈ സമരത്തിന് ഒരു നല്ലൊരു പര്യവസാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മുന്നോട്ട് പോകും എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ CJPയുടെ സ്ഥാപക നേതാവായ അഭിജിത്ത് സംസാരിക്കുന്നത് തന്നെ ഈ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. കൃത്യമായി തങ്ങൾക്ക് നിലപാടുണ്ട്. സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ കൃത്യമായി തങ്ങൾ നിലപാടെടുക്കുന്നു. അതിൽ സർക്കാർ തീരുമാനമെടുത്താൽ മാത്രമാണ് ഈ സമരം ഒത്തുതീർപ്പാക്കൂ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പിരിയൂ എന്നാണ് പറയുന്നത്. പോലീസ് ഏത് തരത്തിൽ അടിച്ചമർത്തിയാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. തങ്ങൾക്ക് ഏറ്റവും അവസാനം തങ്ങളുടെ വിജയത്തിന്റെ അവസാനം വരെ തങ്ങൾ സമരത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും വലിയ പ്രതിഷേധം, ഇന്നിപ്പോൾ രാവിലെ തന്നെ വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഓക്കെ ഷപ്ന, ശരി. നമ്മൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷപ്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട